എന്താണ് രണ്ടുപേരുടെയും പാടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ? കുഴപ്പമില്ല, എന്നാലും ഇനിയും ഇംപ്രൂവ് ചെയ്യാമായിരുന്നു തോന്നുന്നു. അതെയോ? ഞങ്ങൾ ചില ഇന്ററാക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു പകുതി ചെയ്തുള്ളൂ. അതെന്നെ ബാക്കി പകുതി ചെയ്തില്ല. എന്താ പാട്ടിൽ മുഴുകിപ്പോയിട്ട് ചെയ്യാണ്ടിരുന്നതാണോ അതോ? എനിക്കറിയില്ല, ഇവിടെ വന്നപ്പോൾ അത് എന്തോ വന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അധിക സമയം രണ്ടാളും കണ്ണടച്ച് നിൽക്കിയതുകൊണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ നന്നായി. ഇനിയിപ്പോ രാകേഷ് എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് സിത്താര മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ അത് അതിലും കോമഡി ആയെന്നെ. പക്ഷെ നന്നായി പാടിട്ടോ രണ്ടുപേരും. താങ്ക് യു. ഒന്നാമത് ഇത് പാടി ഫലിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു സോങ് അല്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അങ്ങനെ ലൈവ് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോങ് തന്നെയാണ്. അപ്പോൾ ഒന്നാമത് സെലക്ട് ചെയ്തതിന് തന്നെ ഒരു വലിയ കൺഗ്രാറ്റ്സ്. ആൻഡ് രണ്ടുപേരും നന്നായി പാടുകയും ചെയ്തു. ആൻഡ് നല്ല റിച്ച് ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. സൂപ്പർ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാമല്ലോ. പറഞ്ഞപ്പോഴാ രാകേഷ് ഉണ്ടല്ലോ, രാകേഷ് ശരിക്കും SPB സാറിന്റെ പാട്ടിലൊക്കെ രാകേഷിന് പാടാട്ടോ. അവളെ കണ്ടാലൊരു SPB സാറിന്റെ ലുക്ക് ഉണ്ട്. സൗണ്ട് അങ്ങനെയല്ലല്ലോ, കാണാൻ മാത്രമായിട്ട് കാര്യമല്ലല്ലോ. ഓക്കെ, സൗണ്ട് അതിന് കമ്പാരിസൺ ഇല്ലല്ലോ. പക്ഷെ ശരിക്കും എല്ലാം കൊണ്ടും SPB സാർ ഭയങ്കര ക്യൂട്ടാണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യം ദീപക് ഏട്ടാ. Rakesh and Sitara, sir, excellent performance. Thank you. വളരെ നല്ല സോങ് സെലക്ഷൻ, വളരെ നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും അത് മാക്സിമം ഫീൽ ചെയ്ത് പാടി. കാരണം ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന് കൊടുക്കേണ്ട ഫീലായിരുന്നു. അതും അത് രണ്ടുപേരും മ്യൂസിക്കലി വളരെ നല്ല ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ടോട്ടൽ പ്രസൻറ്റേഷൻ കാണുമ്പം. പാട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴാണ് പാട്ടിൻ്റെ ആ ഒരു എൻറ്റയർ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തൊരു പോർഷനായിരുന്നു ഈ പാട്ടിന് മിസ്റ്റർ ജസ്റ്റിൻ്റെ ബേസ് ഗിറ്റാർ. ഇറ്റ് വാസ് എക്സലൻറ്റ്. സാധാരണ ബേസ് ഗിറ്റാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യണമെങ്കിൽ അത് അത്രയും എക്സ്ട്രാordinary ആയിട്ട് തോന്നിക്കണം. ഈ പാട്ടിൽ ശരിക്കും പറഞ്ഞത് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് തന്നെ കേൾപ്പിച്ച് അതിൻ്റെ ഭയങ്കര എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വേറൊരു കാര്യം തോന്നിയത് നിങ്ങളുടെ പെർഫോമൻസിൽ ഈ പെർഫോമൻസ് നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആവേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത ഇടയ്ക്ക് രണ്ടുപേരും പരീക്ഷയ്ക്ക് പഠിക്കുന്നത് മാതിരി ഈ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ, ബുക്ക് നെഞ്ചത്ത് വെച്ചുകൊണ്ട്. അതുമാതിരി നിങ്ങൾ രണ്ടുപേരും ഒരാളിങ്ങോട്ട് നടക്കുമ്പോൾ മറ്റേ ആൾ അങ്ങോട്ട്, പിന്നെ രണ്ടുപേർക്കും ഒരു പരസ്പരം ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം കുറവായിരുന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം ഒരു ഡുവറ്റ് പാടുമ്പം ഇത്രയൊക്കെ തന്നെ കിട്ടുന്നത് തന്നെ ഇറ്റ്സ് ഒന്നുമില്ലെങ്കിൽ വളരെ യൂഷ്വലും അങ്ങനെയൊന്നും ആയില്ല. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് കുറച്ചും കൂടി നന്നായിട്ട് ഓവർ പ്രാക്ടീസ് ഒന്നും വേണ്ട ഇതിന്. ജസ്റ്റ് മേക്ക് ഇറ്റ് ഹാപ്പൻ നാച്ചുറലി വന്നില്ലെങ്കിൽ ജസ്റ്റ് ബി ആസ് യു ആർ. പിന്നെ കമ്പാരിറ്റീവ്ലി രണ്ടുപേരും മോശമല്ല, എങ്കിലും എനിക്ക് ഫീലിൻ്റെ കാര്യത്തിൽ ഒരു പൊട്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരാന്ന് വെച്ചാൽ അത് രാകേഷാണ് ഈ പ്രാവശ്യം. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് സിതാര ഇസ് ബാഡ്. സിതാര എല്ലാം ഉള്ള സമയത്ത് കുറച്ചും കൂടി ഒരു പൊട്ടിക്ക് ഫീൽ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് തോന്നി. അനുപല്ലവി സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഒരു പൊട്ടിക്ക് സ്ലിപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ആസ് യു പ്രൊസീഡഡ് പാട്ടുമായിട്ട് രണ്ടുപേരും സീറ്റിംഗ് കറക്റ്റായിരുന്നു. എനിക്ക് പിന്നെ ഒരു കാര്യം തോന്നിയത്, സിത്താരയുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പം സിത്താരേനെക്കാട്ടും ടെൻഷൻ സിത്താരയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നിട്ട് മുഖത്ത് ശരിക്കും അറിഞ്ഞു. ഇത് എൻ്റെ ഭാര്യ ഇത് നന്നായിട്ട് പാടുമോ? സിത്താരയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട. ഹലോ, ഒരു ടെൻഷനും വേണ്ട, അടിപൊളി സിംഗറാണ്, അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. എനിക്ക് രണ്ടുപേരെയും പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. നല്ലൊരു പെയർ. ശരിക്കും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടി. പിന്നെ ഈ പറഞ്ഞ മാതിരി വേറെ ഒന്നും മൂമെൻറ്റ്സ് അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാകേഷ് എന്തെങ്കിലും ഒരു നല്ല സാധനം പാടി ഉടനെ സിത്താര അത് ആസ്വദിച്ച് തലയൊക്കെ കുലുക്കി തരുന്നത്, അതാണ് ശരിക്കും എപ്പോഴും കൂടുതൽ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് കാണുമ്പോൾ കൂടെ നിൽക്കുന്ന ആളിന് കൂടുതൽ അതൊരു പ്രചോദനം തരും നന്നായിട്ട് പാടാൻ, അല്ലേ? തോന്നിയില്ലേ രാകേഷിന്? തോന്നിയില്ലേ? അതൊരു വലിയൊരു ഡിബേറ്റ് പാടുമ്പോൾ അതൊരു വലിയ ഒരു സപ്പോർട്ടാണ് കേട്ടോ, തീർച്ചയായിട്ടും. ഇന്നിപ്പം നിങ്ങളുടെ പാട്ടിനകത്ത് രാകേഷിൻ്റെ എനിക്ക് രണ്ടുപേരുടെയും ഇൻവോൾവ്മെൻ്റ് ഒരുപാട് ഇഷ്ടമായി. ചെറിയ ചെറിയ തെറ്റുകൾ പറയാനാണെങ്കിൽ ബീജിയത്തിലൊരു ഹമ്മിങ് പാടിയില്ല രാകേഷ്, അതിനകത്ത് ചെറിയൊരു വളരെ കുറച്ചുകൂടെ ചേരാമായിരുന്നു. എന്നുവെച്ചാൽ വലിയൊരു ഫ്ലാറ്റ് എന്ന് പറയാനില്ല, പക്ഷെ ഇത്രയും കൂടെ വേണമെങ്കിൽ ചേരാം, അത് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ചരണം
സിത്താര കുറച്ച് നേരത്തെ BGM തീരുന്നതിന് മുമ്പ് തുടങ്ങിപ്പോകേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ രാകേഷ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത് കുറച്ച് അറിഞ്ഞുപോയി. അതൊരു കുറച്ചുകൂടെ എന്താ പറയണ്ട, ബുദ്ധിപരമായിട്ട് മോന് വേണമെങ്കിൽ അത് മാനേജ് ചെയ്യാമായിരുന്നു. അത് മാത്രം അത് തെറ്റ് എല്ലാവരും അറിഞ്ഞുപോയി, അത്രേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. സിത്താരയുടെ പിന്നെ ഏനോ മനം തള്ളാടുത് എന്നുള്ള പോർഷൻ, ആ ഏനോ എന്നുള്ള സംഗതി വേറെയാണ് സിത്താര പാടിയത്. ആണോ, മാറ്റിയതാണോ അതോ 2 പ്രാവശ്യം അത് തന്നെ പാടി? ചേച്ചി അതിങ്ങനെ ഒറിജിനൽ മാതിരി തന്നെ ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ പിച്ച് ഇങ്ങനെ ചേരായികയുണ്ടായിരുന്നു കുറേശ്ശെ. അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആകാൻ വേണ്ടി ഇങ്ങനെ ആക്കിയതാണ്. ശരി, ഒറിജിനൽ അല്ല പാടിയത്. പിന്നെ കനവ് എനിക്ക് തോന്നുന്നത് നേരത്തെ തുടങ്ങിപ്പോയതിൻ്റെ ഒരു കൺഫ്യൂഷൻ. സെക്കൻഡ് ചരണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശ്രുതി കുറഞ്ഞുപോയി. പിന്നെ പേസുമ എന്നുള്ള സ്ഥലമല്ലേ, മലറുകൾ പേസുമ, ആ പേസുമ എന്നുള്ള സ്ഥലത്ത് കുറച്ചുകൂടെ ആ ഒരു മോഡുലേഷൻ വരാമായിരുന്നു എന്ന് തോന്നി. ജാനകിയമ്മ കൂടെ ഒരുപാട് ഒതുക്കിയും അത് കുറച്ചുകൂടെ സിത്താരയ്ക്ക് വരുത്താം. അത് ഒന്നുകൂടെ അതിലൊന്നും അങ്ങനത്തെ പോർഷൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. 2 പേരുടെയും കൂടെ പെർഫോമൻസ് നോക്കുമ്പോൾ 2 പേരും ഈക്വലി ഗുഡ് ആയിരുന്നു കേട്ടോ. എക്സ്പ്രഷനൊക്കെ വളരെ നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാകേഷ് പാടിയ ഇംപ്രവൈസേഷൻസും ഒറിജിനൽ തന്നെയാണ് പാടിയതെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് റെൻഡർ ചെയ്തിട്ടുണ്ട്. വെരി സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. ഇന്ന് സത്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് രാകേഷിൽ ഒത്തിരി ഫീൽ ചെയ്തു. സിത്താര ഓൾറെഡി നമ്മൾ അറിയാം, സിത്താരയുടെ പല ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാകേഷ് വളരെ നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ ആലാപം ഉണ്ടോ ഈ പാട്ടിനിടയിൽ? അങ്ങനെ ഉണ്ടോ അതോ സ്വന്തമായിട്ട്? ഉണ്ട് സർ, പക്ഷെ പാടിയെന്ന് എനിക്കറിയാം, ഒരു ഫെയ്ഡിലായിട്ട് പുറയിലായിട്ടാണ് പാട്ടിന്. അതിപ്പോഴും മുമ്പിലാക്കി പാടി വളരെ നന്നായി. അതിനകത്ത് ഹമ്മിങ് പാടുമ്പോൾ സിത്താരയുടെ ഉണ്ടായിരുന്നു. എന്നാൽ സിത്താര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടിയത്. ചതങ്ങ് മൈക്ക് വളരെ ദൂരെ വെച്ചിട്ട് പാടുന്ന പോലെ. ഒറിജിനൽ ഉണ്ടോ അതോ? ഒറിജിനൽ ഇല്ല. ശരി ശരി, ഓക്കെ. രണ്ടുപേരും കൊള്ളാമായിരുന്നു. താങ്ക് യു സർ. സന്തോഷമായി 2 പേർക്കും. പിന്നെ ഇപ്പൊ മാർക്സ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അറിയണം, മാർക്സ് അറിയാം. ശരി, ഓക്കെ. ആദ്യം ആരുടെ അറിയണ്ടേ? തീരുമാനത്തിലെത്തിയാൽ അവസാനം നിങ്ങൾ തമ്മിൽ അടിയാവട്ടെ ഇവിടെ. ലേഡീസ് ഫസ്റ്റ്, ഓക്കെ. ശരി, വാട്ട് എ ജെന്റിൽമാൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സിത്താരയ്ക്ക് എത്ര മാർക്കാ ജഡ്ജസ് നൽകിയിരിക്കുന്നതെന്ന്. ചേച്ചി, ഔട്ട് ഓഫ് 40. 33 out of 40. Deepak Etta, out of 30. Sitarake. Out of 30, 23. 23 out of 30. Jasita. 23 again. സിത്താരയ്ക്ക് എൻ്റെ അമ്മ ഭയങ്കര ഒരു ചിരി, നുണക്കുഴിയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോണു സന്തോഷം കൊണ്ട്. ഓക്കെ, അപ്പൊ സിത്താരയ്ക്ക് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 79 മാർക്സ്. താങ്ക് യു. ഇപ്പൊ രാകേഷ്, ഇറ്റ്സ് യുവർ ടേൺ. രാകേഷിന് എത്ര മാർക്സ് നൽകിയിരിക്കുന്നത് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 35 out of 40. ജാസിയേട്ടാ? 23 out of 30. Deepak Etta? 25 out of 30. രാകേഷ് ചെലവുണ്ട് കേട്ടോ, ചെലവ് എന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഓക്കെ, പ്രോമിസ്, വാക്ക് മാറരുത്. എന്താ വേണ്ടേ? ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ രാകേഷിന് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 83 മാർക്സ്.